യൂട്യൂബിൽ നിന്നും മാസം എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും, ഈ മുഖം വച്ചിട്ടാണോ നീ യൂട്യൂബ് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ച ഒരു വ്യക്തി വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് പേര് കൺഗ്രാജുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിലുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയത് കൊണ്ടാണ് ഈ 1 ലക്ഷം എന്ന് പറയുന്ന സാധനം അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ അച്ചീവ് ചെയ്തതിന് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഈ സാധനം കൂടി തന്നിട്ടുണ്ട്, പ്ലേ ബട്ടൺ. എന്തായാലും വളരെയധികം സന്തോഷം. ഈ പ്ലേ ബട്ടൺ കിട്ടിയെങ്കിലും ഇതിൽ ഈ കാണുന്ന 1 ലക്ഷം അതിൽ വ്ളോഗ്സ് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 1 ലക്ഷം ഞാനല്ല, ഞാൻ ഈ അതിൽ വ്ളോഗ്സ് മാത്രമേ ഉള്ളൂ. ഈ 1 ലക്ഷത്തിൽ വരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്, എനിക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റിയത്. ഇത് എൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല, നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സമ്മാനം കൂടിയായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലേ ബട്ടൺ കിട്ടിയത് ഇപ്പോഴാണ്. ഇന്നലെ വൈകിട്ടാണ് എനിക്ക് സാധനം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒന്ന് ലാഗായത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എനിക്ക് അവസാനം ഈ സാധനം തന്നല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടത്തോടെ നിന്നുകൊണ്ടാണ് എനിക്ക് ഈ സാധനം തന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ സാധനം. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ സാധനം ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചു പോലുമില്ല എനിക്കിതൊക്കെ കിട്ടുമെന്ന്. യൂട്യൂബിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ഒരു സാധനമൊക്കെ കിട്ടും എന്ന സാധനം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് ഞാൻ വരുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാടാ നീ വന്ന് ഈ വീഡിയോ കിട്ടിയിരിക്കുന്നതെന്ന്. ഈ സാഹചര്യത്തിൽ നീ വരുമെന്ന് പോലും ചിന്തിച്ചില്ലെങ്കിൽ അതൊരു വലിയൊരു നീണ്ട ചരിത്രമാണ്. 2020 ഈ സംഭവം നടക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ഈ ഒരു സാധനം കിട്ടിയ സ്ഥിതിക്ക് എങ്ങനെയാണ് ഞാൻ ഈ വഴിയിൽ എത്തിയതെന്നും എങ്ങനെയാണ് എനിക്ക് ഇവിടെ വരെയൊക്കെ എത്താൻ സാധിച്ചതെന്നും എങ്ങനെയാണ് ഇതൊക്കെ ആയതെന്നും എനിക്ക് പറയണം ഒന്ന് തോന്നി. അപ്പം 2020 ആ ഒരു സമയം. 2020 ഫെബ്രുവരി 28 എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. 2020 ആ ഒരു സമയം വരെ അടിച്ചു പൊളിച്ച് നടന്ന ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ജീവിതം ആകെ മൊത്തം ഫ്ലോപ്പായി, തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. തകർന്ന് തരിപ്പണമായി, അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ എത്തി. ജീവൻ പോയി ജീവൻ വന്നു, ജീവൻ പോയി ജീവൻ വന്നു. ഈ ഒരു സെറ്റപ്പിലാണ് എത്തി നിന്നത്. എന്തായാലും ആ ഒരു സെറ്റപ്പിൽ എത്തിയിട്ട് ഇന്ന് ഈ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എനിക്ക് എന്താണ് സംഭവിച്ചത്. 2020 ഫെബ്രുവരി 28 ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കോളേജിൽ നിന്നും വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡൻ്റ് ആയിപ്പോയി. ആക്സിഡൻ്റ് ആയി എനിക്ക് അത്യാവശ്യം നല്ലപോലെ പണി കിട്ടിയാണ്. ഫേസിലാണ് പണി കിട്ടിയത്. എൻ്റെ ഫേസിൽ മൂക്കിൽ പ്രശ്നമുള്ള എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ സ്പെക്സ് വയ്ക്കുന്നതിന് മുമ്പേ ഉള്ള വീഡിയോസിലൊക്കെ ആൾക്കാർക്ക് അത്യാവശ്യം മനസ്സിലാവും. ആ ഒരു ആക്സിഡന്റിന് ശേഷം ആകെ ജീവിതം ഫ്ലോപ്പായി. ഹോസ്പിറ്റൽ വീടൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് സെറ്റപ്പായി വന്നു. അതായത് ഹെൽത്തൊക്കെ ഒന്ന് റിക്കവറായി വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആകെ മൊത്തം ഫ്ലോപ്പായി നിൽക്കുന്നു. ഡിഗ്രി ഫൈനൽ എക്സാം കൊറോണ കാരണമൊക്കെ കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റിക്കവറി തുടങ്ങിയ സമയം ആയതുകൊണ്ട് എനിക്ക് എക്സാം പോയി എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ദൈവത്തിന്റെ സഹായം കൊണ്ട് എക്സാമും കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി, ഡിഗ്രിയും പാസ്സായി, സർട്ടിഫിക്കറ്റും കയ്യിൽ കിട്ടി. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 4-5 സ്ഥലങ്ങളിൽ ഈ ഏജൻസി വഴി നമ്മൾ ഇന്റർവ്യൂവിന് പോകത്തില്ലേ, അങ്ങനെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. 7500 രൂപ മന്ത്ലി കിട്ടുന്ന സ്ഥാപനങ്ങളിൽ വരെ ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ 7000 രൂപ. ആ ഒരു സെറ്റപ്പിൽ ഇന്റർവ്യൂവിന് പോയിട്ട് പോലും ആരും എനിക്ക് ജോലി തന്നില്ല. ജോലി തരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമില്ല. കാരണം +2 ക്വാളിഫിക്കേഷൻ ഉള്ള സ്ഥലത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ പോയത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിട്ട് പോയിട്ടും എനിക്ക് ജോലി തന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഫേസ് ആണ് അവരുടെ വിഷയം. പ്രൈവറ്റ് സ്ഥാപനങ്ങളല്ലേ, അവർക്ക് അവിടെ വരുന്ന ആൾക്കാർ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സെറ്റപ്പ് വേണം. അത് ലുക്ക് വൈസ് ഇല്ലെങ്കിലും അത്യാവശ്യം സെറ്റപ്പ് വേണം. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഫേസ് ആണെങ്കിൽ അന്ന് മൂക്കൊക്കെ പ്രശ്നം വന്ന് ഞാൻ അന്ന് സ്പെക്സ് ഒന്നും വയ്ക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സെറ്റപ്പിലിരിക്കുന്നു, മൊത്തത്തിൽ ഒരു അടപടലം തേഞ്ഞൊട്ടിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരും ജോലി തന്നില്ല. എല്ലാവരും സഹതാപം കാണിച്ചോട്ടെ, എന്ത് പറ്റിയോ അയ്യോ എന്നുള്ള സാധനം എൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സഹതാപത്തോടെ കാണുകയും ചെയ്തു, സഹതാപത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആരും ഒരു പട്ടിക്കുഞ്ഞു പോലും എനിക്ക് ജോലി തന്നില്ല. ജോലി തരാണ്ട് വിളിക്കാമെന്നുള്ള സാധനം പറഞ്ഞു വിട്ട് അങ്ങനെ ഞാൻ ഏജൻസിയിൽ കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തിരിച്ച് അതുപോലെ മേടിച്ചു. ഇനി വേണ്ട, ഇനി ഞാൻ പോകുന്നില്ല, എന്നെങ്കിലും എൻ്റെ ഫേസ് ശരിയാവുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നു. അങ്ങനെ ജോലിക്കൊന്നും പോകാതെ വീണ്ടും വീട്ടിൽ അടിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ വീട്ടിൽ ചെറിയ ബിസിനസ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കി അച്ഛനെ സഹായിച്ച് ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുകയല്ലേ, എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് യൂട്യൂബിൽ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. ചെറിയ ചെറിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ, ചെറിയ ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഫുഡ് വ്ളോഗ് പോലെയൊക്കെ ചെറിയ സെറ്റപ്പിൽ എന്തൊക്കെ തട്ടിക്കൂട്ടി ചുമ്മാ ഇടാറുണ്ടായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇടാറുണ്ടായിരുന്നു.
അങ്ങനെ ഇട്ടിട്ടിരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നി. അങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം ഒരു 1000 സബ് അടിച്ച സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതുപോലും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഇതിങ്ങനെ എനിക്ക് സബ്ബോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അന്നും ചിന്തിച്ചത്. കാരണം ഒരിക്കലും എന്നെ കൊണ്ട് ഒരു 1000 സബ് അടിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതില്ല. എന്നാൽ 1000-മായി, പിന്നെ 2000-മായി, 3000-മായി, ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ദൈവം ഇതെന്താ സംഭവിക്കുന്നത്. ആൾക്കാർ സബ് അടിക്കുന്നുണ്ട്, അത്യാവശ്യം വീഡിയോകളൊക്കെ വ്യൂസ് കയറുന്നുണ്ട്, അത്യാവശ്യം ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പോലും വിചാരിക്കാതെ എൻ്റെ ചാനൽ അത്യാവശ്യം വളർന്ന് ഇന്ന് ഈ കാണുന്ന 1 ലക്ഷത്തിലോട്ട് എത്തി. അപ്പം ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിയെന്ന് പറയുന്നത് പോലെ എൻ്റെ ചാനൽ അത്യാവശ്യം വളർന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് വളരെ ഹാപ്പിയായി. ഇന്ന് ഈ സാധനം നിങ്ങളെല്ലാവരും കൂടി തന്നു, അതും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാധനം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ പ്ലേ ബട്ടൺ അടിക്കണം, ഇങ്ങനെ വലിയ സെറ്റപ്പ് ആവണം, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരുത്തനാണ് ഞാൻ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം എനിക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ കാര്യമാണ്. സത്യമായിട്ട് ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു സമയത്തും എല്ലാ രീതിയിലും തളർന്ന് തരിപ്പണമായി തകർന്ന് പൊളിഞ്ഞ് അടിങ്ങിയിരിക്കുന്ന സമയത്തും എനിക്കൊരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്നത് യൂട്യൂബ് തന്നെയാണ്. അത് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. അപ്പം ഞാൻ ഹാപ്പിയാണ്. പിന്നെ യൂട്യൂബ് മാത്രമല്ല, ബിസിനസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് അങ്ങ് എൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയുമാണ്. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു സാധനം നേടുത്തുന്നതിൽ. പിന്നെ ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളൊക്കെ കമന്റ് ബോക്സിൽ തന്നെ കേട്ടിട്ടുണ്ട്. എന്തിന്, എനിക്ക് അറിയാവുന്ന ആൾക്കാർ വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എനിക്കതും അറിയാം പേഴ്സണലി. ഈ മുഖം വച്ചിട്ടാണോ നീ യൂട്യൂബ് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ച ഒരു വ്യക്തി വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ മുന്നിൽ എനിക്ക് ഈ സാധനം എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ് എന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരു ഡാറ്റ എൻട്രിയിലൂടെ പറ്റിക്കപ്പെട്ട ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ആക്സിഡന്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്ത് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് വെച്ചും കൊണ്ട് ഞാൻ വീട്ടിലിരുന്നും കൊണ്ട് തന്നെ ഈ ഡാറ്റ എൻട്രിയുടെ നമ്മൾ ഓൺലൈനിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്ത് കുറച്ച് പരിപാടിയൊക്കെ നോക്കിയായിരുന്നു. അതിൽ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് അവർ ആദ്യം അഡ്വാൻസ് വാങ്ങിയിട്ട് പിന്നെ എന്നെ പറ്റിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പോയ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ പറ്റിക്കപ്പെട്ട ഞാനെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യമാണ്, ഈ മുഖം വെച്ചിട്ടാണോ നീ വീഡിയോ ഇടുന്നത്? എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചതാണ്. അങ്ങനത്തെ ഒരു അനുഭവം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാനിത് മനസ്സിലാക്കുന്നത്, കണക്കാക്കുന്നത്. അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞ ആ വ്യക്തി ഇന്ന് ഈ സാധനം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും കാണാതിരിക്കാൻ വഴിയില്ല. ആ പറഞ്ഞ വ്യക്തി ആരോന്നും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനൊരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് പേർക്ക് ഒരു ധാരണയുണ്ട്, നമ്മളെ ലുക്ക് ബേസിലാണ് നമ്മൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ വെളുത്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമുക്ക് ഒരിക്കലും ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടു തരത്തില്ല. നമുക്കുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ തന്നെ തേടി പോകണം. അല്ലാണ്ട് ആരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു തരത്തില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഈ നിറത്തിന്റെ പേരിലും ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു അച്ചീവ്മെന്റ് ഇതാണ്. കാരണം എൻ്റെ ഫേസിൽ എനിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാലും തളർത്തിയാലും നമ്മൾ തളരരുത്. മാനസികമായിട്ട് നമ്മൾ തളർന്നാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും ആന കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ച് നിൽക്കണമെന്ന് പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. ഇവിടെ കിടന്ന് നെഗറ്റീവ് ആര് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും മൈൻഡേ ചെയ്യരുത്. അതിപ്പോൾ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിലായാലും നമ്മൾ മുന്നോട്ട് അടിപൊളിയായിട്ട് പോവുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നെവർ മൈൻഡ് ആയിരിക്കും. ആരും നമുക്ക് ഇങ്ങോട്ട് ഒന്നും കൊണ്ട് തരത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മുന്നോട്ടുള്ള നാളുകളിൽ വ്യൂസ് ഉണ്ടായാലും ഇല്ല എങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ഒരിക്കലും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അതാണ് എനിക്ക് ഏറ്റവും വീണ്ടും റിപ്പീറ്റ്ലി പറയാൻ തോന്നുന്നത്. ഞാൻ ഒരു രീതിയിലും ഇങ്ങനെ ഒരു സാധനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പ്ലേ ബട്ടൺ അടിക്കണം എന്നുള്ളൊരു സെറ്റപ്പില്ല. പിന്നെ ഇങ്ങൊരു 90K ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു, പ്ലേ ബട്ടൺ അടിക്കണം, 1 ലക്ഷം സബ് അടിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഒരു 90K സബ്ബൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി. അതുവരെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു എങ്ങനെയാണ് ഇത്രയും സബ് എനിക്ക് കയറി വരുന്നതെന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സത്യം, ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ട് വരെയുണ്ട്, എങ്ങനെയാടാ എനിക്ക് സബ് ആയതെന്ന് ഞാൻ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ അവന്മാരത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെയാണോ സംഭവിച്ചത്, ഇതെന്താ സംഭവിക്കുന്നത്, എങ്ങനെ എനിക്കിത് കിട്ടിയത്, ആൾക്കാർ എങ്ങനെ എന്നെ സബ് ചെയ്ത്
എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. വേറൊരു കേസും ഞാൻ പറയുന്ന വാക്കുകളിൽ ഒരുപാട് പേര് എന്നെ വിമർശിക്കാറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് ശാസിക്കാറുണ്ട്. അതിൽ നീ പറഞ്ഞത് തെറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്, പിന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്. എല്ലാവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്തവരും ചീത്ത വിളിച്ചവരും ദ്രോഹിച്ചവരും എല്ലാവരും. മനസ്സിലാക്കുക, വളരെയധികം സന്തോഷം മാത്രമാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ എല്ലാവരും കൂടി നേടിത്തന്ന ഒരു സാധനമാണ് ഈ ഒരു പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ. അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും തോന്നും, നിന്റെ അടുത്ത് ആരാടാ ഈ മുഖവും വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, അത് ഇവന്റെ ഹേറ്റർ ആരെങ്കിലും ആയിരിക്കും, വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ അങ്ങനെയൊന്നും അല്ല, അതൊന്നും അല്ല അതിന്റെ സത്യാവസ്ഥ. ജീവിതത്തിൽ എനിക്കറിയാവുന്ന, എനിക്ക് ഏറ്റവും അടുത്ത് അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിഷമിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും വിഷമമല്ല ഉണ്ടായത്, എനിക്കൊന്ന് വാശിയാണ് ഉണ്ടായത്. ജീവിതത്തിൽ ജയിക്കണം, ജയിച്ച് കാണിക്കണം. അത് ഏതെങ്കിലും തരത്തിൽ. ചില സാഹചര്യങ്ങളിൽ ചിലർ ഓവർ ഡോസായിട്ട് മോട്ടിവേഷൻ തരും, ചിലർ നമുക്ക് ഓവർ ഡോസായിട്ട് വെറുപ്പ് തരും. ആ വെറുപ്പിനെ നമ്മൾ മോട്ടിവേഷനായിട്ട് ഏറ്റെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് ജയിച്ച് കാണിക്കണം. അവിടെയാണ് നമ്മുടെ സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ആ കാര്യം പറഞ്ഞ ആ വ്യക്തിയുടെ മുന്നിൽ ഞാൻ ഇന്ന് സക്സസ്സിലാണ് നിൽക്കുന്നത്. പടികളോതൊന്നും ചവിട്ടി മേളിൽ കയറി തന്നെയാണ് നിൽക്കുന്നത്. അതെനിക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നോട് അന്ന് ആ വ്യക്തി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മാനസിക അവസ്ഥ വളരെയധികം താഴ്ന്നു പോകാൻ ഉണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയിൽ നിന്നും ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആ വ്യക്തി അത് പറഞ്ഞതിന് ശേഷം ഞാനത് മനസ്സിൽ വെക്കുകയും, എന്നാൽ ആ വ്യക്തിയായിട്ട് ഇപ്പം എനിക്കൊരു കമ്പനിയില്ല, കാര്യങ്ങളൊന്നുമില്ല, എവിടെയാണെന്നും പോലും അറിയത്തില്ല. പക്ഷേ ഇന്ന് ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. കാണാതിരിക്കാൻ ഒരു വഴിയുമില്ല. കാണുന്നുണ്ടെങ്കിൽ സ്വയമേ തന്നെ ഒന്ന് ചിന്തിച്ചേക്ക്. ആ മുഖം വെച്ച് തന്നെ എനിക്കിന്ന് ഈ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബോക്സിൻ്റെ അകത്ത് എന്താണെന്ന് കാണിക്കാം. ഇതാണ് പ്ലേ ബട്ടൺ വന്നിട്ടുള്ള ബോക്സ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കവറിലാണ് ഈ പ്ലേ ബട്ടൺ ഇരുന്നത്. പിന്നെ ഒരു സ്പോഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്തോ അവർ തന്നിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ സംഭവങ്ങളൊക്കെ എഴുതി പറക്കി വെച്ചിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ വേറെ ഒരു കാർഡുണ്ട്, പിന്നെ അതുപോലെ വേറെ ഒരു കാർഡുണ്ട്, ഗോൾഡൻ്റെയും ഡയമണ്ടിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുള്ള ഒരു കാർഡുണ്ട്. പിന്നെ ഈ സിലിക്ക സാധനമുണ്ട്. ഇത് മറ്റേ മോയ്സ്ചറൊന്നും അടിക്കാതിരിക്കാൻ, അതായത് ഈ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. വേറെ കൂടുതലൊന്നുമില്ല, ജസ്റ്റ് ഒരു ബോക്സ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും കൂടി എനിക്കിത് നേടിത്തന്ന് ഒരുപാട് സന്തോഷം. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.